ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുബേർ കുഞ്ചി. അപ്പോൾ ഇന്ന് ഞാൻ വേറൊന്നുമില്ല, ജസ്റ്റ് ഒരു മൂവിനെ പറ്റി ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ എമ്പുരാൻ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ സ്പോയിലേഴ്സ് ഒന്നുമില്ല, പേടിക്കേണ്ട, സ്പോയിലേഴ്സ് ഒന്നും ഞാൻ പറയുന്നില്ല. ആക്ച്വലി മൂവി കണ്ടിട്ട് എൻ്റെ അഭിപ്രായം എന്താണെന്ന് ഒരു കാര്യമാണ്. മൂവി ഉള്ള കാര്യം പറയാമല്ലോ. അതായത് എന്ന് പറഞ്ഞാൽ രാജുവേട്ടൻ ആ ചെയ്തു വച്ചേക്കുന്ന സ്ക്രീൻ പ്ലേ, യാ മോനെ, അതായത് ഒരു ഹോളിവുഡ് മൂവി ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്വാളിറ്റിയിൽ അതേ ഒരു രീതിയിലും. പിന്നെ ഇടയ്ക്ക് രാജുവേട്ടൻ പറയുന്നുണ്ടായിരുന്നു, അതായത് കുറേ സീൻസ് എല്ലാം നമ്മൾ ഐഫോണിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്ന്. ഒരിക്കലും എനിക്കങ്ങനെ ഒരു വ്യത്യാസം കണ്ടെത്താൻ തോന്നിയില്ല, കാരണം അമ്മാതിരി പെർഫെക്ഷനിലാണ് അത് ചെയ്തിട്ടുള്ളത്. എനിക്ക് പിന്നെ പോരായ്മ തോന്നിയത് ബേസിക്കലി സ്റ്റോറി ലൈനിലാണ്. കാരണം സ്റ്റോറി ലൈനിൽ എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ചോദിക്കുകയാണ്, ഇപ്പം വൺ ടൈം വാച്ചബിളാണോ അതോ OTT ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണോ? ഞാൻ ഒരിക്കലും പറയില്ല OTT ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന്. കാരണം ദിസ് മൂവി ഈസ് എ തിയേറ്റർ വാച്ചബിൾ. കാരണം തിയേറ്ററിൽ പോയിരുന്ന് കാണാനുള്ളൊരു സിനിമയാണിത്. കാരണം ആരും അത് മിസ് ചെയ്യില്ല. കാരണം തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഫിലിം. അതിൻ്റെ സ്ക്രീൻ പ്ലേ ആയാലും, അതിൻ്റെ എടുത്തേക്കുന്ന ഷോർട്സ് ആയാലും, എടുത്തേക്കുന്ന രീതി ആയാലും, ഫൈറ്റ് സീൻസ്, ഫസ്റ്റ് ഹാഫിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫൈറ്റ് സീൻസും എനിക്ക് ഇഷ്ടപ്പെട്ട്. സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റിൽ 1-2 ഫൈറ്റ് സീൻസ് മാത്രം ചെറിയ ഇത് തോന്നി. സ്വാഭാവികം, കാരണം ഒരു സിനിമ ഉണ്ടാക്കുന്ന എത്ര വലിയ കഷ്ടപ്പാടെന്ന് എല്ലാവർക്കും അറിയാം. കാരണം നിങ്ങൾ ചിലപ്പം ചോദിക്കുമായിരിക്കും, ഇത്രയും കൊണയടിക്കാണല്ലോ, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂടാ. ഒരിക്കലും എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, ഉള്ള കാര്യം പറയാം. പക്ഷേ എന്താണ്, ആസ് എ ഫിലിം ഇറ്റ്സ് റിയലി ഗുഡ്. കാരണം എന്തു പറയുന്ന, പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ എല്ലാ സിനിമയും ഒരുമാതിരി ഈ KGF അങ്ങനത്തെ ഉള്ളൊരു മൂവീസിനെ കോമ്പറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഇറക്കുന്ന ഒരു രീതിയാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം മിക്ക സമയം ഇപ്പോൾ മാർക്ക് എടുത്ത് നോക്കുകയാണെങ്കിലും അതിൽ എല്ലാം കമ്പയർ ചെയ്യണം, KGF ലെവൽ എന്തോന്നാണ് എടാ, അതൊരു സിനിമയാണ്, അതിൻ്റെ ഒരു കാറ്റഗറി അങ്ങനെയാണ്, അതിപ്പോൾ ആർക്കും മാറ്റാൻ പറ്റില്ല. അത് വെച്ച് കമ്പയർ ചെയ്യുന്നതെല്ലാം. പിന്നെ ഇതും ഏകദേശം, കാരണം എന്താ പറയുന്ന, മിക്കവരും ഇപ്പോൾ ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. ബട്ട് നോക്കുകയാണെങ്കിൽ ഈസ് എ റിയലി ഗുഡ് ഫിലിം. ഇനിയിപ്പോൾ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണുക, ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ഞാൻ അതെന്ന് പറഞ്ഞത് കാരണം തിയേറ്ററിൽ ആ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൂ. നമ്മൾ എത്ര എവിടെ നിന്ന് കണ്ടാലും, ഫോണിൽ നിന്ന് കണ്ടാലും, ടെലിഗ്രാമിൽ ഡൗൺലോഡ് എഫക്റ്റ് ഒരിക്കലും കിട്ടാൻ പോകണില്ല. ഉള്ള കാര്യമല്ല, തിയേറ്ററിൽ ചെന്നിരുന്നാൽ നല്ല രീതിയിൽ കാണാം. അതുകൊണ്ട് എല്ലാവരും മാക്സിമം പോയി സിനിമ കാണുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. എനിക്ക് സ്റ്റോറി ലൈനാണ് കൂടുതൽ പോരായ്മ തോന്നിയത് എന്ന് പറഞ്ഞാൽ. അതല്ലാതെ ബാക്കി എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് റിയലി ഗുഡ്. ലൊക്കേഷൻസ് എവിടെ നിന്ന് എങ്ങനെ തപ്പി കണ്ടുപിടിച്ചാണെന്ന് അറിഞ്ഞൂടെ, അടിപൊളി ലൊക്കേഷൻസ്. മോഹൻലാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല ആ കാര്യത്തിൽ. ആ ഒരു ഫിലിമിൽ വർക്ക് ചെയ്ത എല്ലാവരും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ആ സിനിമയിലുള്ള ഓരോ സ്ക്രീൻ പ്ലേയിലും നമുക്കത് കാണാൻ പറ്റും. ബാക്കിയെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഫിലിം, ഇറ്റ്സ് എ ഗുഡ് വാച്ചബിൾ ഫിലിം. പറഞ്ഞാൽ നല്ല ഫിലിമിൻ്റെ എക്സ്പീരിയൻസ് എന്ന സിനിമയാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും പോയി കാണുക. താങ്ക് യു എൻ്റെ കോണടി സഹിച്ചതിന്. ഇനിയും ഇതേപോലത്തെ നല്ല സിനിമകൾ ഇറങ്ങുകയാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള റിവ്യൂ കൊണ്ട് ഞാൻ ഇറങ്ങും. അടുത്ത ഇതേപോലത്തെ നല്ല സിനിമകളുമായി ഞാൻ വരുന്നതായിരിക്കും. ബൈ.